അനുപേട്ടൻ ദേഷ്യം വന്ന് ഇറങ്ങിയത്. നിങ്ങൾ ചെല്ല്, ഇല്ല പിന്നെ അത് മതി. അമ്മ പോട്ടെ മോളെ, അവളെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോണമെന്നായിരുന്നു. എപ്പോഴും മക്കളെ സന്തോഷത്തോടെ കാണാനും അവരോടൊത്ത് ജീവിക്കാനും ഭാഗ്യമില്ലാത്തൊരമ്മയായി പോയില്ല ഞാൻ. അവളോട് നീ പറഞ്ഞേക്കണം അമ്മ വന്നിരുന്നു, അവളെ കണ്ടിട്ട് പോയിന്നും. പോവാം മാഷേ, പോട്ടെ മോനെ. ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നല്ലോണം റെസ്റ്റ് എടുക്കണം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ചേച്ചിക്ക് അറിയാതെ പറ്റിപ്പോയതാ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ശ്രദ്ധിക്കാതെ സ്റ്റെപ്പ് ഇറങ്ങി വന്നോണ്ടല്ലേ വീണത്. എന്റെ ചേച്ചി എന്നോട് മനഃപൂർവ്വമായി ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. ചേച്ചി അതോർത്ത് കരയൊന്നും വേണ്ട. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എങ്ങനെയാ വീണത്? ഞാൻ മുകളിൽ നിന്നപ്പോ അവന്തികേട്ടത്തി എന്നെ താഴേക്ക് വിളിച്ചായിരുന്നു. സ്റ്റെപ്പിൽ വെള്ളം കിടന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ വീണതാ. അച്ഛനും അമ്മയും അനുവേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയി. തനിക്ക് സഹായത്തിന് മീരടുത്ത് കുറച്ചു ദിവസം വീട്ടിലുണ്ടാവും. ഒന്നുകൊണ്ടും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. സന്ദീപേ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്കിവിടെ വല്ലാതെ ശ്വാസം മുട്ടുന്നു.